ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്ത രുചിയിൽ മുതിരയും മാങ്ങയും കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മുതിരയും മാങ്ങയും കറിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആദ്യം ഇതിപ്പോൾ നമ്മൾ 1 കപ്പ് മുതിരയാണ് എടുത്തിരിക്കുന്നത്. നല്ല പോലെ ഒന്ന് ചൂടാക്കി വറുത്തെടുക്കാം. 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ തന്നെ മുതിര വറവിട്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങും. ആ സമയത്താണ് നമ്മൾ ഓഫാക്കേണ്ടത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ മുതിര നല്ല പോലെ കഴുകിയെടുത്തതാണ്. ഇനി നമുക്ക് കുക്കറിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഒരു വലിയ സ്റ്റീമും 2 ചെറിയ സ്റ്റീമും വെച്ച് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾ വേവിച്ചെടുത്ത് കാണിച്ചു തരാം. ആ സമയം കൊണ്ട് നമ്മുടെ മാങ്ങയെല്ലാം തോലെല്ലാം ചെത്തി അതൊന്ന് അരിഞ്ഞെടുക്കാം. കറിക്ക് ആവശ്യമായിട്ട് നമുക്കൊന്ന് ചെറിയ ഉള്ളി ഒന്ന് വതക്കിയെടുക്കാനുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. 16 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. അതിനോടൊപ്പം 2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിനോട് ചേർക്കാം. നാടൻ രീതിയിലുള്ള കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്ത് നമ്മൾ അരച്ചെടുക്കുന്നത്. പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ. അതുവരെയ്ക്ക് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ വതക്കി വെച്ച ചെറിയ ഉള്ളി ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾ അരച്ചെടുക്കട്ടെ. ഇപ്പോൾ മുതിര നല്ലപോലെ വെന്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ കൂടെ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളി ആ മസാല അരച്ചത് കൂടെ ഇതിലേക്ക് ചേർത്തി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമുക്കിനി കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇത് നല്ല പോലെ തിളച്ച് ഈ മാങ്ങയെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. പുളിവെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നല്ല പോലെ ഒന്ന് കറി ഇളക്കി കൊടുക്കാം. വെച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ അരമൂടി തേങ്ങ ചെരുകിയതും അതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കറി നല്ല പോലെ തിളച്ച് നമ്മുടെ മാങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങ അരപ്പ് കൂടെ ഇതിലേക്ക് ചേർത്താം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മുടെ മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് മാത്രമാണ് നമ്മൾ വെള്ളം ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നാടൻ രീതിയിലുള്ള മുതിരയും മാങ്ങയും കൂടെയുള്ള കറിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ കറി നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയുടെ പുളിപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നുള്ള് പഞ്ചസാര ഇടുകയാണ്. ഇനി എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ചേർത്താം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കറി കടുക് തളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി ഒന്ന് വട്ടത്തിലരിഞ്ഞതാണ് ചേർത്തത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്താം. കടുക് ചേർത്തിട്ടുണ്ട്. ഇനി കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 2 വറ്റൽമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് കറിയിലേക്ക് മാറ്റാം. കറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. 2 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുതിരയും മാങ്ങയും കൂടെയുള്ള കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.